പറയണം? ഇത്രയൊക്കെ പറഞ്ഞിട്ട് എന്ത് കിട്ടും ഈ ചങ്ങാതിക്ക്? എത്ര കാലം ഇതിങ്ങനെ പറയാൻ പറ്റും? ഈ തന്ന നാവും ഈ കൈയും കാലും ഒക്കെ പടച്ചോൻ തന്നെങ്കിലല്ലേ അത് വിളിച്ച് പറയാനുള്ള ശക്തി തരുള്ളൂ. അപ്പോഴും പടച്ചോൻ തന്നുകൊണ്ടിരിക്കണല്ലേ അനുഗ്രഹം. പടച്ച റബ്ബിനെ പറ്റിയിട്ടും ദീനിനെ പറ്റിയിട്ടും അവൻ്റെ മുത്തുനബിനെ പറ്റിയിട്ടും അല്ലേ ഓരോന്ന് വിളിച്ച് കൂവുമ്പോഴും അവനെ അള്ളാഹു പിന്നെയും പറയാനുള്ള ശക്തി തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും അവന് മനസ്സിലാവുന്നില്ല. അവരെ ചിന്തിക്കുന്നത് പോലും പറ്റില്ല. അമ്മാതിരിയുള്ള ഇടത്ത് അമ്മയെ പ്രാപിക്കുന്നത് തെറ്റില്ല എന്നൊരു സുഹൃത്ത് ഓതിക്കൊണ്ട് പോകാൻ പറയുമ്പോൾ ഈ ഉമ്മ തന്നെ എന്നോട് പറയണം, മകൻ അതിലൊന്നും വലിയ നോളജ് ഇല്ല, വലിയ പഠിത്തമൊന്നും ഇല്ല എന്നുള്ളത്. ഹായ് ഹലോ അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം. എൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് ആരിഫ് ഹുസൈൻ കേട്ടോ. ആരിഫ് ഹുസൈൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. കുറച്ച് ദിവസമായി വീഡിയോ കണ്ടിട്ട്, പക്ഷേ ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്. സഫീന ബീവിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്. വളരെ ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് രണ്ട് വാക്കെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് എനിക്കൊരു തോന്നൽ, എൻ്റേതായിട്ടുള്ള അഭിപ്രായം, എൻ്റെ മനസ്സിനൊരു സമാധാനത്തിന്. അപ്പോൾ ഇതൊന്ന് കേട്ട് നോക്കാം നമുക്ക് അല്ലേ. അമ്മ എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ ജെന്യുവൻ റെസ്പെക്ട്ഫുള്ളി എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നോട് നല്ലതായിട്ട് സംസാരിച്ചു. നല്ല രീതിയിൽ നല്ല പെരുമാറ്റം, ഡീസന്റ് ഫാമിലി, തർക്കമേ ഇല്ല. എങ്ങനെ അവിടെ ഇങ്ങനെ ഒരു സാത്താന്റെ സന്തതി വന്നു പിറന്നു എന്നുള്ളതാണ് എൻ്റെ കൺഫ്യൂഷൻ. ഉമ്മാക്കൊരു പരാതി ഉണ്ടായിരുന്നു എന്നോട്. എന്താണ് എന്നെ പറ്റി മോശം പറഞ്ഞത്? പ്രായപൂർത്തിയായ ഒരു കുട്ടി വളർന്ന ശേഷം അവൻ എന്ത് ചെയ്യുന്നതിന് ഉത്തരവാദി ഞങ്ങളാണോ? എന്നെ എന്തിനാ വഴക്ക് പറയണെന്ന് ഉമ്മക്ക് അത് മനസ്സിലായിട്ടില്ല. പ്രഥമ അധ്യാപികയാണ് കേട്ടോ. പുള്ളിക്കാരത്തി സ്കൂളിലെ ടീച്ചറായിരുന്നു. ഹെഡ് മിസ്ട്രസ് ആയിട്ട് പുള്ളി അതിന് പെൻഷൻ വാങ്ങിക്കുന്ന ആളാണ്. മീൻസ് റിട്ടയർ ആയിട്ട്. പാപ്പ ഡോക്ടറാണ്. നല്ല ഫാമിലി. മകൾ എഞ്ചിനീയറിംഗ് പഠിച്ച കുട്ടിയാണ്. വീട്ടു ജോലിയാണ്. ഇപ്പം പുറത്തൊന്നും ജോലിക്ക് പോകുന്നില്ല. എന്റെ ഒരു സംശയം, മിക്കവാറും ആരിഫ് ഹുസൈൻ എപ്പോഴും ഇരുന്നു കൊണ്ട് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കാറി കൂവി നിലവിളിക്കുന്നുണ്ട്. അയാൾ 2 വിവാഹം കഴിച്ചു. ഇത് ഉമ്മ പറഞ്ഞുള്ള അറിവാണ്. 3 മക്കളുമാണ്. അതിൽ 2 പെൺകുട്ടികളുണ്ട്. സ്ത്രീ സ്വാതന്ത്ര്യമൊക്കെ പറഞ്ഞുകൊണ്ട് കാറി പോകുന്ന ആരിഫ് ഹുസൈന് സ്വന്തം പെൺമക്കളുടെ സ്വാതന്ത്ര്യമോ വിദ്യാഭ്യാസമോ അവർക്ക് വേണ്ടിയിട്ട് 10 രൂപ ഫീസ് കൊടുക്കാനോ ആഹാരത്തിന് എന്തെങ്കിലും മാർഗം കാണാനോ തോന്നാത്ത എന്തുകൊണ്ടെന്ന് മനസ്സിലാവുന്നില്ല. ഉമ്മയുടെ ഒരു പകപ്പൊക്കെ നമുക്ക് മനസ്സിലാവും. എന്നെ മോശം പറഞ്ഞ എന്തിന് എന്നുള്ള ചോദ്യവും എനിക്ക് മനസ്സിലാവും. തിരിച്ച് ഞാനൊരു ചോദ്യം ഉമ്മയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഇരുന്ന് ചോദിച്ചാൽ തെറ്റും നമ്മൾ. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇരുന്ന് ചോദിക്കുന്നത്. എൻ്റെ ഒരു ചോദ്യം, എനിക്കറിയാം നിങ്ങൾ എന്നെ കാണുമെന്ന്. എൻ്റെ ചോദ്യമാണ്, നിങ്ങളുടെ മകൻ പറഞ്ഞു ഇസ്ലാമിൽ മാതൃഭോഗം ഉണ്ടെന്ന്. ഒന്നുകിൽ അവർ അത് നിങ്ങൾക്കൊപ്പം എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അവൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കണക്ക് ഞങ്ങൾ, എന്റെ സഹോദരങ്ങൾ എന്റെ ഉമ്മായിക്കൊപ്പം അങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഞാനും എന്റെ മകനും തമ്മിൽ അങ്ങനെ ആയിരിക്കണം. ഞങ്ങൾക്കൊന്നും അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ തിരിച്ച് ഞങ്ങൾ എങ്ങനെയാണ് അതിനെ റിയാക്ട് ചെയ്യേണ്ടത്? ടീച്ചറൊക്കെ ആണല്ലോ, ഒന്ന് ആലോചിച്ച് എനിക്കൊരു മറുപടി തന്നാൽ മതിയാകും. നിങ്ങൾ തന്നെ പറയാം, അതിനെ ഞങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യണം? സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് കൊടുക്കണില്ല എന്ന് പറയുന്ന ഒരു പുരുഷന്റെ മക്കളെ അവസ്ഥ പടക്കെടുക്കുന്നു. പെങ്ങൾ എഞ്ചിനീയറാണ്, ഉമ്മ ടീച്ചറാണ്, ഉപ്പ എൻ്റെ പിന്നെ ഇവിടെ ഡോക്ടറാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ എന്താ പറയുക, ഈ ചെങ്ങാതി 2 കല്യാണം കഴിച്ചിട്ട് അതിൽ പെൺകുട്ടികളുണ്ട്. എന്നിട്ട് ഈ 2 ഭാര്യമാരെ സംരക്ഷിക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഫസ്റ്റിലെ കല്യാണം കഴിച്ചിട്ട് ഒഴിവാക്കിയെന്നാണ് പറയുന്നത്. അവരെ ഒന്ന് തിരിഞ്ഞു നോക്കെങ്കിലും ചെയ്യാത്ത ഇവനാണ് ഇസ്ലാമിലെ സ്ത്രീകളെ പിന്നെ ബഹുമാനിക്കണില്ല എന്നും അവരെ നോക്കണില്ല ഇതാക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഘോരം വിളിച്ച് പറയുന്നത്. അവനൊരു മയക്കും പിടിച്ചിട്ട് അവിടെ നന്നാക്കണം. എന്താണ് ഇസ്ലാമിലുള്ളവരൊക്കെ പറ്റപ്പോക്കാണ്. ഇസ്ലാമിലെ സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യമില്ല, ഇസ്ലാമിലെ സ്ത്രീകളെ നോക്കുന്നില്ല. 6 വയസ്സായ പെൺകുട്ടീനെ കവന്മാർക്ക് കല്യാണം കഴിച്ചു കൊടുക്കും. പിന്നെ എന്താണ്, അവരെ പീഡിപ്പിക്കും, അവർക്ക് ബുർക്കണിക്കും, അവർക്ക് നക്കാപിടിക്കും, അവർക്ക് വെളിച്ചം കിട്ടുന്നില്ല, വെയിൽ കിട്ടുന്നില്ല, അവർക്ക് എന്താ പറയുക, അവർക്ക് ഒരു സുഖം കിട്ടുന്നില്ല, ഒരു സമാധാനം കിട്ടുന്നില്ല, അവർക്ക് അത് കിട്ടുന്നില്ല, ഇത് കിട്ടുന്നില്ല. ഇവനാകെ വേറിൽ പിടിച്ചെടുക്കുക. ഇന്ന് ഇവൻ്റെ മക്കൾക്കോ അന്നോ പാനീയങ്ങളോ വെള്ളം കുടിക്കാൻ കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഇവൻ്റെ കെട്ടിയോളോ ഏത് രീതിയിലാണോ നോക്കേണ്ടത് അത് ചെയ്യണ്ടോ? ഇല്ല. അപ്പം ഇവന് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവൻ വിളിച്ചു പോകുന്നത്. ഇവൻ്റെ വൈഫിനോടും മക്കളോടും ചെയ്യുന്ന, അതായത് ഇവൻ്റെ ലൈഫിൽ ഇവൻ എന്ത് ചെയ്യുന്നോ അതാണ് നാട്ടുകാരും ദീനിനും പിന്നെ ഇസ്ലാമിനും പറ്റിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള നമ്മളെ മതത്തിനെ പറ്റിയിട്ട് ഇവൻ വിളിച്ച് പറയുന്നത് അവൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതുപോലെ ആണോ മറ്റുള്ള കാര്യങ്ങളും ഇവൻ പറഞ്ഞത്? ആ പെറ്റ തള്ളൻ്റെ മനസ്സ് എത്രമാത്രം നോക്കുന്നുണ്ടായിരിക്കും. എത്ര പ്രായമായ ആൾക്കാരാണ് ഇന്ന് അവനവൻ്റെ മക്കളെ കൊണ്ട് ഒരു നല്ല വാക്ക് കേൾപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പാടാണല്ലേ. ഒരുപാട് നമ്മൾ അധ്വാനിച്ച് മക്കളെ ഇതാക്കി പോറ്റി വളർത്തി ഒരുപാട് ദുആ ചെയ്താൽ ഇന്നത്തെ കാലത്ത് എന്നായാലും നല്ലത് 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 എന്ന് പറയിപ്പിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. എന്നാൽ ചീത്ത എന്ന് പറയുക പെട്ടെന്നാവും ചെയ്യും.
അപ്പോൾ ഈ ഒരു നല്ല നല്ല മകനായിട്ടും നല്ല രീതിയിൽ ജീവിച്ചിട്ട് നല്ലത് നാട്ടുകാർ പറഞ്ഞിട്ട് കേൾക്കാൻ ഏത് മാതാപിതാക്കൾക്കും ആഗ്രഹമുണ്ടോ? പകരം ഇത് നാട്ടുകാർ മാത്രമല്ല പറയുന്നത്, ലോകം മൊത്തം എതിരായിട്ട് നിൽക്കണം. പെറ്റമ്മക്കും ജനിപ്പിച്ച പിതാവിനും വേദന എന്നും കൊടുത്തിട്ട് ഇന്നോ നാളെ എന്ന് പറഞ്ഞിട്ട് അവർ നിൽക്കുന്ന അവർക്ക് ഇനി പൊരുത്തപ്പെടിക്കാൻ പറ്റോ ഇല്ല എന്നുള്ള സ്റ്റേജിൽ നിൽക്കുന്ന അവരെ ഇത്രയും ദയനീയപരമായിട്ട് വേദനിപ്പിക്കുമ്പോൾ നാളെ ഈ കർമ്മഫലം നമുക്ക് തിരിച്ച് കിട്ടില്ല എന്ന് ഒരു ഉറപ്പുണ്ടോ ആരിഫേ? ഉണ്ടോ? ഉണ്ടെങ്കിൽ നീ എഴുതി വെക്ക്. എന്താ വെച്ചാൽ അത് എനിക്ക് അങ്ങനെയൊന്നും കിട്ടില്ല, ഞാൻ ഇങ്ങനെയാണ്, ഇന്ന കൂടെ എല്ലാ കാലം സംഖ്യകൾ ഉണ്ടായിരിക്കും, അപ്പോൾ അവരുള്ളിടത്തോളം കാലം എനിക്ക് മരിക്കുന്ന സമയത്തും അവർ എൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന്, മരിച്ചു കഴിഞ്ഞാലും അവിടെ ഉണ്ടായിരിക്കും. നമ്മളെ രക്ഷിതാക്കളോട് ചെയ്യുന്നതല്ലേ നമ്മളെ മക്കൾ ചെയ്യാം. അതെല്ലാം കഴിഞ്ഞ് അവനാൻ്റെ കുടുംബം മറ്റുള്ളവർക്ക് നോക്കിയിട്ട് നാട് നന്നാക്കാൻ ഇറങ്ങണോ? മതം നന്നാക്കാൻ ഇറങ്ങി. മതത്തിനിപ്പോൾ ഒരു പ്രശ്നമില്ല, ഇസ്ലാമിന് ഒരു പ്രശ്നമില്ല. നീ കൂകി വിളിച്ചുകൊണ്ട് ഒന്നും ആവാനും പോണില്ല. അത്രയും ഈ ഇസ്ലാമിക ആൾക്കാർ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ പാറി പറഞ്ഞ് വരിക എന്നല്ല കണ്ട് ഇവിടെ നിന്ന് ആരും എഴുതി പോകുന്നില്ല. അത് പോകുന്നുണ്ടെങ്കിൽ തന്നെ അത് അടിയളക്കം സംഭവിച്ച ഏതെങ്കിലും സാധനങ്ങളായിരിക്കും. അവർ അതിനിച്ചിട്ട് വന്നതും ആവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇസ്ലാമിലെ ടെൻഷൻ ഇസ്ലാം ഇങ്ങനെയാണ്, മതം ഇങ്ങനെയാണ്, ദീൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഈ ടെൻഷൻ അടിക്കണ്ട. അതൊരു ഒരാളും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അത് അതിൻ്റെ ഭാഗത്ത് അതിൻ്റെ എല്ലാം കറക്റ്റായിട്ടെല്ലാം കൊണ്ടുവന്ന് എത്തിച്ചിക്കണി. ഞാൻ അതിൽക്കൊന്നും ആക്കാനുമില്ല, അതിൽ നിന്നൊന്നും എടുത്ത് കളയാനുമില്ല. എല്ലാം ലാസ്റ്റ് ആൻഡ് ഫൈനൽ മുത്തുനബി ചെയ്ത് വെച്ച് പോകും. ഇനിയില്ല. ലോകം സ്റ്റാർട്ടിങ് ചെയ്ത സമയത്ത് തന്നെ ഇസ്ലാം വന്നിട്ടുള്ളതാണ്. അവസാനത്തെ നബിയായിട്ട് മുത്തുനബി വന്നിട്ടുള്ളൂ. അവസാനത്തെ കിതാബായിട്ട് ഖുർആൻ വന്നിട്ടുള്ളൂ. അതിനർത്ഥം എല്ലാ മതം വന്നതിന് ശേഷം ബാക്കിൽ വന്നെന്നല്ല. പിന്നെ അറിവില്ലായ്മ ഒരു തെറ്റല്ല. അവിടുന്ന് ഇവിടുന്ന് എടുത്ത് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് കലക്കി കുടിച്ചിട്ട് എന്താ പറയുക, ഹോമിയോ അലോപ്പതിയും ആയുർവേദം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കലക്കിയിട്ട് നീ കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് തന്നെ ഇരിക്കട്ടെ. ഇവിടെ ആരും അത് കേൾക്കാൻ വരുന്നില്ല. അതിൻ്റെ പിന്നാലെ കുറച്ച് ആൾക്കാർ വിളിച്ച് വരുന്നുണ്ടാവും. അവർക്ക് ലേശിച്ച് കൊടുക്കുക, ഓരോ സ്പൂൺ വീതം എല്ലാം കൂടെ കുടിച്ചിട്ട് അവിടെ എടുക്കുക. ഇതൊക്കെ കേട്ടപ്പോഴെന്താണെന്നറിയാം, 1-2 വാക്കെങ്കിലും പറയണം എന്നുള്ളൊരു തോന്നൽ വന്നു. സ്വന്തം കുടുംബം ചീഞ്ഞ് നാറി നടക്കുമ്പോഴേ മറ്റുള്ള നാടും പിന്നെ ദീനും നന്നാക്കാൻ നടക്കുന്ന ഇവനെപ്പോലുള്ള ആൾക്കാരെ എന്താ പറയുക? ഇന്ന് ആമ്പിള്ളേർക്ക് ഒരു ജീവിതം കിട്ടാൻ ആമ്പിള്ളേർ എന്തൊക്കെ ചെയ്യണം വെച്ചിട്ട് നടക്കണം. ആ കാലത്ത് 2-3 പെണ്ണ് കെട്ടിയിട്ട് അവർക്കിപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. അവരിനിപ്പോൾ സ്വീകരിക്കണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യന് ഏത് പെണ്ണ് അംഗീകരിക്കുക? പെണ്ണായിട്ട് കുടുംബത്തിൽ പറഞ്ഞ തറവാട്ട് പറഞ്ഞ ഏതെങ്കിലും പെണ്ണ് അംഗീകരിക്കുമോ? അംഗീകരിച്ചാൽ തന്നെ അവൾക്ക് നാളെ മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെയായിരിക്കും ജീവിക്കുക? അതുകൂടാതെ തന്നെ അവളെ മക്കളുടെ അഡ്രസ്സ് പറയുമ്പോഴും ഇതാക്കുമ്പോഴും ഇങ്ങനത്തെ സാധനമാണെന്ന് പറയുമ്പോൾ ആ ഒരു ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതല്ലേ പറയുന്നതെന്ന് പറയുമ്പോൾ നാളെ ആ കുട്ടികളുടെ ഭാവിക്കും കൂടെ അത് സംഭവം വരുന്നല്ലേ. അറിയാഞ്ഞിട്ട് പറയണേ. കാരണം മറ്റുള്ളവരെ പറ്റിയിട്ട് പ്രസവത്തിനെ പറ്റിയിട്ടും ഇതെല്ലാം പറയുന്നുണ്ടല്ലോ. പ്രസവത്തിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഞാൻ വേറെ തന്നെ ചെയ്യാം. കാരണം നമ്മളും പ്രസവിച്ചതാണ്. അപ്പം നമുക്കും നമ്മളെ അനുഭവങ്ങൾ പങ്കുവെച്ചിട്ട് പറയാൻ പറ്റുമല്ലോ. എന്ന് മുതലാണ് ഹോസ്പിറ്റൽ ഉണ്ടായത്, എന്ന് മുതലാണ് ഹോസ്പിറ്റൽ പ്രസവിക്കൽ തുടങ്ങിയത്. അതിന് മുമ്പ് അങ്ങനെയൊക്കെ സാഹചര്യമാണ്, ഓരോ സാഹചര്യത്തിനായി പോകും. ഞാൻ ന്യായീകരിച്ചിട്ട് പറയല്ല, അക്കാര്യം നമ്മൾ വേറൊരു വീഡിയോയിൽ തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഈ വീഡിയോൻ്റെ കമൻറ്റ് എന്തായാലും കമൻറ്റ് ഇടാം. നമുക്ക് വേറൊരു വീഡിയോസുമായി കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.